എല്ലാവർക്കും ഇന്നത്തെ ഗ്ലോബൽ സിയോയിലേക്ക് ഞാൻ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആൻഡു, സ്ഥലം തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ ഒരു അധ്യാപകനാണ്. ഇന്ന് വിന്നിംഗ് ടീം വെസ്റ്റേജുമായിട്ട് വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്ന ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങളാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ ഗ്ലോബൽ സിയോയിലൂടെ സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു അവസരത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അവിടുന്ന് മൂവ് ഓൺ ചെയ്ത് ഇന്ന് വിന്നിംഗ് ടീമും വെസ്റ്റേജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സ്വന്തം ലൈഫിലും അനേകം വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക് ആരോഗ്യം സമ്പത്തൊക്കെ എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. വേറെ ആരും നമ്മളെല്ലാം കട്ടപ്പനയിൽ നിന്ന് വരുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ജെയ്സ് പോൾ സാറാണ് ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ ഒരു അവസരത്തെ കുറിച്ച് ഷെയർ ചെയ്യുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട എല്ലാവരെയും എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുക. കാരണം നമ്മളിലൂടെ അനേകം വ്യക്തികളിലേക്ക് ഒരു മാറ്റം എത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ചായിരിക്കും സാർ ഇന്ന് സംസാരിക്കുക. അപ്പൊ അതിനുവേണ്ടി ഞാൻ സാറിനെ എല്ലാവരും പേരിലും വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ജെയ്സ് പോൾ സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല സാറേ, ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? ഓക്കെയാണ്. ഓക്കെ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജെയ്സ് എന്നാണ്. ആൻഡു സാറ് വളരെ മനോഹരമായിട്ട് തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, താങ്ക് യു ആൻഡു സാർ. അപ്പൊ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ പുതിയതായിട്ട് കയറിയ സുഹൃത്തുക്കൾക്ക് ഒരു സംശയം. ഇവിടെ സമയം രാത്രി 8:30. എന്താണ് ഗുഡ് മോർണിംഗ്? വെസ്റ്റീജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിന്നിംഗ് ടീമിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും അസ്തമനമില്ല. നമുക്ക് എപ്പോഴും ഉദയം തന്നെ, എപ്പോഴും ഒരു ഫ്രഷ് മൈൻഡ് തന്നെയാണ്. മാത്രമല്ല മോർ ഏണിങ്സ് എന്നൊരു അർത്ഥവും കൂടെ അതിലുണ്ട്. ഓക്കെ, ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല. ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും നമ്മുടെ പ്ലാനിലേക്ക് കടക്കുവാണ്. ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുവാണ്. സ്ക്രീൻ ഷെയർ ആയോ? ഇല്ല സാറേ, ആയിട്ടില്ല. ഓക്കെ, വെൽക്കം ടു ദ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ അവസരം നമുക്ക് കാണിച്ചു തരുന്ന ഓർഗനൈസേഷൻ വിന്നിംഗ് ടീം. എന്താണ് വിന്നിംഗ് ടീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു വ്യക്തികൾക്ക് ആവശ്യമുള്ള ടീച്ചിങ്സും ട്രെയിനിങ്സും ഒക്കെ തരുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻ. അതായത് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയിച്ച ആളുകൾ വേണം നമ്മളെ ഗൈഡ് ചെയ്യാൻ, അല്ലേ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ ദ ടീം ഓഫ് ചാമ്പ്യൻ, നിരവധി ചാമ്പ്യന്മാർ, അതായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, വിന്നിംഗ് ടീം കാണിച്ചു തരുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ പേരാണ് സിഇഒ അഥവാ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഓരോ വ്യക്തികളും, അതായത് മനുഷ്യരായിട്ടുള്ള ഓരോ വ്യക്തികളും കൺസ്യൂമറാണ്, അല്ലേ? ഒരു കസ്റ്റമറെ എങ്ങനെ ഒരു എംപവർ ചെയ്യാം എന്നതാണ് ഈ സിഇഒ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ സിഇഒ അഥവാ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെയും സക്സസ് എന്നുള്ളത് അവരുടെയൊക്കെ തന്നെ സ്വപ്നങ്ങളെ, ഡ്രീമുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലേ? നോക്കുക, എന്തൊക്കെയാണ് നമ്മുടെ ഡ്രീമുകൾ. ഓരോ വ്യക്തികൾക്ക് അവരുടെ പ്രായത്തിനും ഏജിനും ഒക്കെ അനുസരിച്ച് അവരുടെ ഡ്രീം ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? കുറച്ച് ആളുകൾക്ക് നിറയെ പൈസ സമ്പാദിക്കുന്നതാവാം, മറ്റുള്ളവർക്ക് ഫോറിൻ ട്രിപ്പ് പോകുന്നതാവാം, മറ്റുള്ളവർക്ക് ലക്ഷറി കാറുകൾ വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ ഡ്രീം ഹോം, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വീട് വെക്കുന്നതാവാം. ഇനി അതുമല്ല, ഫാമിലിയായിട്ട് സന്തോഷത്തോടെ ചെലവഴിക്കുന്നതാവാം, അല്ലേ? അപ്പം ഓരോ വ്യക്തികളുടെയും ഡ്രീം അവരുടെ പ്രായത്തിനും അവരുടെ എന്താ പറയുക, അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ, അവരുടെ ചുറ്റുപാടിനനുസരിച്ച് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും
ഡ്രീം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നേടണം, എന്തെങ്കിലുമൊക്കെ സാധിക്കണം എന്നൊരു സ്വപ്നം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലാത്തവരാരും ഒരിക്കലും ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ സാധ്യതയില്ല. ശരിയല്ലേ? നോക്കിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ട് പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ. ഒന്ന്, ആവശ്യത്തിന് മണി, പൈസ. ഈ പൈസ ഉണ്ടെന്നും കൊണ്ട് ആരും വലിയ സക്സസ് ആകണമെന്നില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സമയം. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലെങ്കിലും. അപ്പൊ പൈസയും സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പൈസയും സമയം ഉണ്ടെന്നും പറഞ്ഞ് ഒരിക്കലും നമ്മൾ സക്സസ്ഫുൾ ആകണം. അത് നമുക്ക് പ്രോപ്പർ ഹെൽത്ത്, നമുക്ക് ആരോഗ്യം കൂടെ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അപ്പൊ പൈസയും സമയവും ആരോഗ്യവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പൈസയും സമയവും ആരോഗ്യം ഉണ്ടെന്ന് വെച്ചു, ഇന്നിപ്പോ പലരും നോക്കുവാണെങ്കിൽ ചുറ്റോട്ട്, നമ്മുടെ ചുറ്റും നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പൈസയും സമയവും എപ്പോഴും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇല്ല. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഒരേപോലെ കിട്ടുന്ന അതിന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് പറയുന്നതാണ് ലൈഫ് സെക്യൂരിറ്റി. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4 കാര്യങ്ങളല്ലേ: ആവശ്യത്തിന് പൈസ, ആവശ്യത്തിന് സമയം, പ്രോപ്പർ ഹെൽത്ത്, അതുപോലെ തന്നെ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ഒരേപോലെ എപ്പോഴും കിട്ടുന്നുണ്ട്. ഇതിന് പറയുന്നത് ലൈഫ് സെക്യൂരിറ്റി. ഈ 4 കാര്യങ്ങൾ ആരുടെയൊക്കെ ലൈഫിലുണ്ടോ അവരുടെയൊക്കെ ജീവിതം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇൻകം. ഇതിന്റെ എല്ലാം അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകം തന്നെയാണ്, അല്ലേ? സാറേ, സ്ലൈഡ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. നമ്മുടെ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവിടെ ഇൻകത്തിനെ പറ്റി പറഞ്ഞു. ഈ ഇൻകത്തിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു 5 ചോദ്യം. ഇതൊരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇനി കേൾക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അറിവാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ വരുമാനത്തിന്റെ അവസ്ഥ, അല്ലേ? ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുന്നു. ആ ചിന്തിക്കാനുള്ള അവസരം തന്നെയാണ്. അതുപോലെ വാട്ട് അബൌട്ട് യുവർ സേവിങ് ഫോർ ഫ്യൂച്ചർ? ഇത്രയും നാൾ നമ്മൾ പലതരം ജോലികൾ, പലതരം ബിസിനസ്സുകൾ ചെയ്തു. നമ്മൾ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് എന്താണ് സമ്പാദിച്ചു വെച്ചത്? അതുപോലെ തന്നെ ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിക്ക് എത്രമാത്രം സുരക്ഷിതത്വമാണ്? ഈ ജോലി കൊണ്ട് എൻ്റെ തലമുറകൾ, അല്ലെങ്കിൽ എൻ്റെ ഇൻ ഫ്യൂച്ചർ, ഇനി മുമ്പോട്ടുള്ള എൻ്റെ ജീവിതകാലം ഈ ഒരു ജോലി കൊണ്ട് തന്നെ കടന്നു പോകാം എന്ന് ഒരു ഉറപ്പുണ്ട്. അതുപോലെ ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്പ്? ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ വരുമാനം സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കോവിഡ് വന്നപ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു കാണും, അല്ലേ? അതുപോലെ തന്നെ ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇന്ന് നോക്കിയാൽ രാവിലെ ജോലിക്ക് പോകുന്നു, ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ശരിക്കും ജോലി ചെയ്യാൻ വേണ്ടിയാണോ അതോ ജോലി ചെയ്യാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ജീവിക്കാൻ വേണ്ടിയാണോ ജോലി ചെയ്യുന്നത്? പലരും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? ഈ 5 പ്രധാന കാര്യങ്ങൾ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു. അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിനെപ്പറ്റി നമ്മുടെ ലോക പ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് ടി കിയോസാക്കി എന്നുള്ള അദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. ആ പുസ്തകത്തിൽ ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ബൈബിൾ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ കാണുന്നത്, ESBI. ഇന്ന് ഉപജീവനത്തിന് വേണ്ടി ലോകത്ത് എവിടെയും മനുഷ്യനെ ആശ്രയിക്കുന്ന 4 പ്രധാനപ്പെട്ട മേഖല. അതിലൊന്ന് എംപ്ലോയ്, വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അത് സർക്കാർ സർവീസ് ആകാം, പ്രൈവറ്റ് സർവീസ് സെക്ടർ ആകാം. മറ്റൊന്ന് സെൽഫ് എംപ്ലോയ്, സ്വന്തമായ സ്കില്ലുകൾ ഉപയോഗിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹത്തിന്റെ സ്വന്തം ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തമായ സ്കില്ല് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു മേസ്തിരി പണിക്കാരൻ, അദ്ദേഹം സ്വന്തമായ സ്കില്ല് ഉപയോഗിച്ചാണ് അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തുന്നത്, അല്ലേ? അതാണ് ഒരു സെൽഫ് എംപ്ലോയ്, സ്വന്തമായ കഴിവുകൾ ഉപയോഗിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. മറ്റൊന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ഓണേഴ്സ്. നമ്മൾ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുകിട ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത്, വലിയ ബിസിനസ്. അതായത് മാൻ പവർ ലിവറേജിങ്ങും ഉണ്ടും ടൈം ലിവറേജിങ്ങും ഉണ്ടും ബിസിനസ് സാമ്രാജ്യത്തെ വളരെയധികം വൈഡായിട്ട്, വേൾഡ് വൈഡായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തിൽ ഒരേ സമയം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന ബിസിനസ് ഓണേഴ്സ്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് കവലെ കാണുന്ന ഏതെങ്കിലും ഒരു ചെരുപ്പ് കടക്കാരൻ അല്ലെങ്കിൽ ഒരു തുണിക്കടക്കാരൻ, അദ്ദേഹം പറയും ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് പറയും. സത്യത്തിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ ബിസിനസ് റണ്ണാവും, അദ്ദേഹം ചെന്ന ഷോപ്പ് തുറന്നില്ലെങ്കിൽ റണ്ണാവും. അപ്പൊ അതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് കൂട്ടാക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ പറയുന്ന ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി റൺ ആകുന്ന ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഗ് ബിസിനസ്. മറ്റൊന്ന് ഇൻവെസ്റ്റർ കാറ്റഗറി. ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് പണിത് ആ ബിൽഡിംഗ് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇൻവെസ്റ്ററാണ്, അല്ലെ? പലതരം ഇൻവെസ്റ്റർ ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ ഒരുപാട് രീതിയിൽ ഇൻവെസ്റ്റ് ഉണ്ട്. ഒരു കുറച്ചധികം പൈസ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് ഉപജീവന മാർഗം കഴിച്ചു കൂടുന്ന ആളുകൾ, അവരാണ് ഇൻവെസ്റ്റർ കാറ്റഗറി എന്ന് പറയുന്നത്. ഇന്ന് ഈ പറഞ്ഞ 4 കാറ്റഗറിയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കും. അതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻകം സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻകം, ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ആ കാറ്റഗറി നോക്കുവാണെങ്കിലോ അവിടെ എംപ്ലോയീസ് ഉണ്ട്, സെൽഫ് എംപ്ലോയീസ് ഉണ്ട്, സ്മോൾ ഷേപ്പ് എന്നിവ. ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ ഈ ആക്റ്റീവ് ഇൻകം സെക്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഈ ആക്റ്റീവ് ഇൻകം സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് മണി കിട്ടുന്നത് നോക്കാം. അവർ എത്ര സമയം ജോലി ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു വരുമാനമാണ് അവർക്ക് കിട്ടുന്നത്. ഇന്ന് ലോക ജനസംഖ്യയിൽ ഏകദേശം 95% ആളുകളും ഈ ഒരു ആക്റ്റീവ് ഇൻകം കാറ്റഗറിയിലാണ്. എന്നാൽ സമ്പത്തിന്റെ കാര്യം നോക്കിയാലും അവരൊരു 5% മുകളിലേക്ക് പോയിട്ടുണ്ടാവില്ല. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പാസീവ് ഇൻകം കാറ്റഗറി. അതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ആൾക്കാർ മാത്രമേ, 2 സെക്ടറിൽ പെടുന്ന ആൾക്കാർ മാത്രം അതിലുള്ളൂ. ഒന്ന് ബിഗ് ബിസിനസ് ഓണേഴ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ കാറ്റഗറി. ഇന്ന് നോക്കിയാൽ ഇവർക്ക് കിട്ടുന്ന വരുമാനം മെയിനായിട്ടും അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് അവർക്ക് ആ ഒരു വരുമാനം കിട്ടുന്നത്, അല്ലേ? ആ സിസ്റ്റമാണ് അവർക്ക് മണി സമ്പാദിച്ചു കൊടുക്കുന്നത്. ലോക ജനസംഖ്യയുടെ ഏകദേശം 5% ആളുകളെ ഉള്ളൂ ഈ ഒരു കാറ്റഗറി. ഓർത്തു നോക്കി, ആ സാമ്പത്തികമായിട്ടുള്ള വെൽത്ത്, അല്ലെങ്കിൽ അവരുടെ വെൽത്ത് നോക്കിയാൽ 95% അവർ റിച്ച് ആൻഡ് ഫേമസ് കാറ്റഗറിയിലായിരിക്കും അത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ടൈമല്ല, ഒരു സിസ്റ്റത്തിന്റെ സപ്പോർട്ടോടുകൂടി മണി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് വിന്നിംഗ് ടീം നമുക്ക് കാണിച്ചു തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാണ് വിന്നിംഗ് ടീം നമുക്കായിട്ട് കാണിച്ചു തരുന്നത്. ഇനി ഈ സിസ്റ്റത്തിലേക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് കൂടെ അറിയണ്ടേ. ഒന്ന്, ഒരു എക്സ്ട്രാ ഇൻകം, ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടി ഒരു പ്രൊജക്ട് നമുക്ക് ചെയ്യാം. ഇന്നിപ്പോൾ ഉള്ള വരുമാനം കൊണ്ട് പോലും നേരെ ചൊവ്വേ നടക്കാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി ഇൻകം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രൊജക്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കാൻ, നമുക്ക് എന്ത് കാര്യത്തിനും ആവശ്യത്തിന് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഫ്രീഡംസ് അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യം. അതിനുവേണ്ടി ഒരു പ്രൊജക്ട് തിരഞ്ഞെടുക്കാം. ടൈം ഫ്രീഡം, മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുകയാണോ, ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുവാണോ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ഒരു പ്രൊജക്ട് ഡെവലപ്പ് ആകും. ഇൻ ഫ്യൂച്ചർ ഈ പ്രൊജക്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ നിരവധി അധികം ഒരുപാട് സമയം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത്. അപ്പൊ നല്ല ഒരു ആരോഗ്യത്തിന് വേണ്ടി ഒരു പ്രൊജക്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നല്ല ആരോഗ്യത്തിന് വേണ്ട സേവനങ്ങളും സർവീസുകളും ഈ പ്രൊജക്റ്റിലൂടെ നമുക്ക് ഓൾസോ കിട്ടുന്നുണ്ടാവും. ലീവ് എ ലെഗസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തൊഴിലോ അല്ലെങ്കിൽ ആ ഒരു ജോലി കൊണ്ട് നമ്മളുടെ കാലശേഷം, അല്ലെങ്കിൽ നമുക്ക് മേലാത്ത ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ ഈ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയ്ക്ക്, അടുത്ത വരുന്ന ജനറേഷന് എന്തെങ്കിലും പ്രയോജനമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത, നമ്മൾ ഈ ഒരു പ്രൊജക്ട് സീരീസ് ആയിട്ട് വിന്നിംഗ് ടീമുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലശേഷം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊജക്ടിന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇയർലി റിട്ടയർമെന്റ്, സർക്കാർ സർവീസിലുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ അവരെ പറ്റി അറിയാവുന്നവർക്കറിയാം. അവര് 10, 30, 40 വർഷം സർവീസിൽ ഇരുന്നിട്ട് റിട്ടയർമെന്റിലേക്ക് പോകുന്നു. ഇപ്പൊ പുതിയ റിട്ടയർമെന്റിന്റെ ആണെങ്കിൽ അവർക്ക് പെൻഷൻ പോലും ഇല്ല. എന്നാൽ ഈ ഒരു പ്രൊജക്ട് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി വിന്നിംഗ് ടീമുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു 3 വർഷം, 3 വേണ്ടതേ, 1 വർഷം കറക്റ്റായിട്ട് വിന്നിംഗ് ടീമുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകും. നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഈ പ്രൊജക്ട് അവിടെ റൺ ആകുന്നുണ്ടാവും. ആ റിട്ടയർമെന്റിലും നിങ്ങളുടെ വരുമാനം എത്രയാണോ അത് അതേപടി കിട്ടുന്നുണ്ടാവും. ഇൻ ഫ്യൂച്ചർ ആ വരുമാനം പതിയെ പതിയെ കയറി വരുന്നുണ്ടാവും. അതാണ് ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത. എയർലി റിട്ടയർമെന്റ് ചെയ്യാൻ പറ്റും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പേര് ഒരു 10 100 പേര് നിൽക്കുന്നതല്ല, വേണ്ട, കുറച്ച് ആളുകളുടെ മുമ്പിൽ എണീറ്റ് നിന്ന് സംസാരിക്കാൻ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ, സംസാരിക്കുന്ന വാക്കിൽ, ഡ്രസ്സിങ്ങിൽ പോലും ഉയർന്ന, അല്ലെങ്കിൽ പോട്ടെ സാമ്പത്തികമായിട്ട് പോലും ഉയർന്ന നിലവാരം, ഈ എല്ലാ കാര്യങ്ങളും കൂടാതെ സാമ്പത്തികമായിട്ട് പോലും ഉയർന്ന നിലവാരം വരുത്തുന്ന ഒരാളെയാണ് ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയാൻ സാധിക്കുക, അല്ലെ? അത്തരത്തിലൊരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് വേണം ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിന്നിംഗ് ടീമുമായിട്ട് കണക്റ്റഡ് ആവും. ട്രാവൽ അറൌണ്ട് ദ വേൾഡ്,
ഇന്ന് നമ്മുടെ കേരളം പോലും ചുറ്റിക്കാണാത്ത നിരവധി ആളുകൾ ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വിനീത് ടീമുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോക രാജ്യങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കാണാനുള്ള ഒരവസരം നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്മളൊരു ജോലി ചെയ്തു, നമ്മളുടെ കുടുംബം സേഫാണ്. ചിന്തിച്ചു നോക്കി എത്രമാത്രം കുടുംബങ്ങളുണ്ട് സേഫ് അല്ലാത്ത ഫാമിലീസ്. ഒരു വരുമാനം, എക്സ്ട്രാ വരുമാനം, അല്ലെ കടബാധ്യത, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലീസ്. അവരെ ഒന്ന് കൈപിടിച്ചുയർത്താൻ അതിന് പറ്റിയൊരു പ്രൊജക്റ്റ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഡ്രീം കാർ, ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ഡ്രീം ഹോം, ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലൂടെ കിട്ടുന്നുണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കുക, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പലരും ചിരിക്കുന്നുണ്ടാവും, ഒന്നല്ല ഇത് മൊത്തം നമുക്ക് വേണ്ടി വരും, ശരിയല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏതെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ നമുക്ക് ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് തരുന്ന ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെയും വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ബിസിനസ് മേഖലകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിലൊന്ന് ഇ കൊമേഴ്സ്, ഇന്റർനെറ്റിന്റെ സേവനത്തോടുകൂടി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു വിപണന രീതി. നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഒരുപാട് സൈറ്റ് ഉണ്ടല്ലോ ഓൺലൈനായിട്ട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നു. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദി വെൽനസ് റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ട സേവനങ്ങളും സർവീസുകളും കൊടുക്കുന്ന ആ ഒരു മേഖലയാണ് വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പോൾസൺ പിൽസർ എന്ന് പറയും. അദ്ദേഹം മുൻ 2 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. ഇനി ഇൻ ഫ്യൂച്ചർ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് പ്രവചനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രി, ട്രില്യൺ കണക്കിന് ഡോളറുകൾ വിനിമയം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മേഖല. അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഏകദേശം 100-150 വർഷങ്ങളായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിപണന രീതി. ഇത് ഇന്ത്യയില് കേരള സർക്കാരിന്റെ പെർമിഷനോടുകൂടി ഈ പ്രോജക്റ്റ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന്. എന്നാലും എസ്പെഷ്യലി നമ്മുടെ കേരള സർക്കാർ ഇതിനെ കറക്റ്റ് ആയിട്ടൊരു നിയമാവലി ഉണ്ടാക്കുകയും ഇതിനെ ഒരു തൊഴിൽ മേഖലയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെയിൽ എന്നുള്ള മേഖല ഇന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ പ്രൊജക്റ്റിൽ ഇ കൊമേഴ്സ്, വെൽനസ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഈ 3 മേഖലകളും ഒരു കുട കീഴിൽ നമുക്ക് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അത്തരമുള്ള ഒരു കമ്പനിയാണ് വിന്നിംഗ് ടീം നമുക്ക് കാണിച്ചു തരും. ആ കമ്പനി ഏതാണെന്നോ? വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതാണ് ആ കമ്പനി. ഓക്കെ, കമ്പനി പ്രൊഫൈൽ ഒന്ന് നോക്കാം. കമ്പനി പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ 2004 ഡൽഹി ബേസ് ചെയ്താണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 10 പ്രൊഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടർമാരുമായിട്ടാണ് ഈ കമ്പനിയുടെ തുടക്കം. ഇതിന്റെ ഫൗണ്ടർ മിസ്റ്റർ ഗൗതം ബാലി, ആ പിക്ചർ നോക്കിയാൽ ആ കസേരയിലിരിക്കുന്ന അദ്ദേഹമാണ് മിസ്റ്റർ ഗൗതം ബാലി. 2 കോ ഫൗണ്ടർമാരുണ്ട്, ഒന്ന് ദീപക് സൂദ്, ഒന്ന് കൺവർബീർ സിംഗ്. ഈ 3 ഏകദേശം 40ഓളം വർഷത്തിൽ പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ അഡ്വൈസർമാരായിട്ട് ഇരുന്നിട്ടുള്ള ആളുകളാണ് ഈ 3 വ്യക്തിത്വങ്ങളും. ഇവർ ചേർന്ന് 2004 ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ ഏകദേശം 21 വർഷമായി. ഞാൻ ആദ്യം പറഞ്ഞു അന്ന് 10 പ്രൊഡക്റ്റാണ്, ഇന്നിപ്പോൾ നോക്കിയാൽ 500-ലധികം പ്രൊഡക്റ്റുകളും, അതുപോലെ തന്നെ ഏകദേശം അന്ന് 2 ഓഫീസെങ്കിൽ ഇന്ന് 5000-ലധികം ഓഫീസുകൾ. അന്ന് 6 ഡിസ്ട്രിബ്യൂട്ടർമാരായിരുന്നെങ്കിൽ ഇന്ന് 4.5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുമായിട്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ലോകത്തിലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ 38ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. ഇന്റർനാഷണൽ പ്രസൻസ്, ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനി ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ഏകദേശം 8ഓളം വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. UAE, സൗദി, ബഹ്റിൻ, ഒമാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഫിലിപ്പീൻസ്, കൂടാതെ ഐവറി കോസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു രാജ്യത്തും കൂടെ കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇൻ ഫ്യൂച്ചർ ഇത് വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം അതിവേഗത്തിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 21 വർഷത്തെ എക്സ്പീരിയൻസ്, 21 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. ഇഴഞ്ഞു തുഴഞ്ഞു പോകുന്നില്ല, ഗ്രോ. ഇത് ഓരോ വർഷത്തിലും ഉണ്ട് കമ്പനിക്ക്. നോക്കുവാണെങ്കിൽ നിരവധി അവാർഡ്, സർട്ടിഫിക്കറ്റുകളൊക്കെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ
ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഇയർ 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡ് 2 പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ 100 അവാർഡ്, അതുപോലെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, നാഷണൽ ബെസ്റ്റ് എംപ്ലോയി ബ്രാൻഡ്, മാത്രമല്ല മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് എന്നുള്ള അവാർഡ് 2 പ്രാവശ്യം ഈ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. നിരവധി അവാർഡുകൾ, മാത്രമല്ല സർട്ടിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിരവധി സർട്ടിഫിക്കേഷൻസ്. അത് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. വളരെ അധികം ISO 9001, 2010 നിരവധി സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ USFD സർട്ടിഫിക്കറ്റ്, ഹലാൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉള്ള ഒരു കമ്പനി. തീർച്ചയായിട്ടും ഇതൊരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. പ്രോഡക്റ്റുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ പ്രോഡക്റ്റ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. എക്സ്റ്റൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്, വളരെ വൈഡ് ആയിട്ടുള്ള റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ, അഫോർഡബിൾ പ്രൈസ്, ഏതൊരു സാധാരണക്കാരനും വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്ന ടൈപ്പിലുള്ള ഉൽപ്പന്നങ്ങൾ. ക്വാളിറ്റി നോക്കിയാലോ, ഇന്റർനാഷണൽ ക്വാളിറ്റി, ലോകോത്തര നിലവാരമുള്ള പ്രൊഡക്റ്റുകൾ, മാത്രമല്ല മണി ബാക്ക് ഗ്യാരണ്ടി. നിങ്ങൾ ഇതിപ്പോൾ തൊട്ടടുത്തുള്ള ഏതൊരു വലിയ സൂപ്പർ മാർക്കറ്റിൽ പോട്ടെ, കേരളത്തിൽ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കി അതിന്റെ റിസൾട്ട് ഇല്ല എങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ആ ഒരു കവർ പൊട്ടിച്ചാൽ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ആ സാധനം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോകണം അല്ലേ, റീഫണ്ടബിൾ. എന്നാൽ ഈ കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ പ്രോഡക്റ്റും മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. 30% പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, ഏകദേശം 30 ദിവസം വരെ കൈവശം വെക്കാം. കമ്പനി പറയുന്ന ഒരു ക്വാളിറ്റി അതിനില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ പ്രോഡക്റ്റ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത്. കാറ്റഗറി നോക്കുവാണെങ്കിലോ 12, ഇപ്പൊ ഏകദേശം 16 കാറ്റഗറികൾ, പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഓരോ മാസം നമുക്ക് 1-2 പ്രൊഡക്റ്റ് വെച്ച് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കണം അല്ലേ, വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 16ഓളം കാറ്റഗറി ഉണ്ട്. കാറ്റഗറി ഫാസ്റ്റ് ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ ഈ കാണുന്ന ബോട്ടിൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, എന്റെ പൊന്നെ ഇത് മരുന്ന് കമ്പനിയാണോ, ഇതൊക്കെ എന്താ സംഭവം. ശരിക്കും പറയാം ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്. ഈ കമ്പനി ബേസ് ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടാത്ത പോഷകങ്ങളെ നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രോഗങ്ങൾ വളരെ കൂടുതലായിരുന്നു, പക്ഷെ വാക്സിനേഷൻ വന്നതോടുകൂടി ആ രോഗങ്ങളൊക്കെ മാറി. എന്നാൽ ഇപ്പൊ കുറച്ച് രോഗങ്ങൾ വരുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും, ജീവിതശൈലി രോഗങ്ങൾ. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന പോഷകങ്ങളുടെ കുറവ് മൂലം വരുന്ന രോഗങ്ങൾ. അല്ലാതെ ഏതെങ്കിലും ഒരു രോഗം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു പോയി, വളരെ റയറായിട്ട് കുറച്ച് അസുഖങ്ങൾ മാറും. അതൊക്കെ വാക്സിനേഷനിലൂടെ മാറുന്ന രോഗങ്ങൾ. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റുകളെ ഒരു ക്യാപ്സ്യൂൾ ഫോമിലാക്കി പ്രൊവൈഡ് ചെയ്യും. ബെസ്റ്റ് പ്രൈം കാറ്റഗറി എന്നുള്ള ഒരു റേഞ്ചിൽ തന്നെ 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പോഷകങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ശരിയല്ലേ? അവിടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, പ്രോ ഹാർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹാർട്ട് അല്ലേ. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന, ബ്ലോക്ക്, സ്ട്രോക്ക്, അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിരവധി പ്രൊഡക്റ്റുകൾ. ഞാൻ അത് 1 by 1 ആയിട്ട് എടുത്ത് പറയുന്നില്ല, ടൈം കൂടുതൽ എടുക്കും. കാരണം ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നതിന്റെ പോലും ഒരു സെഷൻ, ഒരു 1-1.5 മണിക്കൂർ നമുക്ക് വേണ്ടി വരും ശരിക്കും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ശ്രേണി നമുക്കുണ്ട്, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അതുപോലെ ഇപ്പോഴത്തെ ഒരു വലിയ വിഷയമാണ് ഒബേസിറ്റി, അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ അല്ലേ. അപ്പൊ അവിടെ ഫിറ്റ്നസ് പ്ലസ് ഡയറ്റ്, ആ ഒരു കാറ്റഗറി, ആ ഒരു മേഖല മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈഡ് റേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, നോ സൈഡ് എഫക്ട്. ഓക്കെ, ഗ്ലൈസമിക് ഹെൽത്ത്, ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഉള്ളതെന്ന് ഇപ്പോൾ രാജ്യം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ് അല്ലേ. അപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്യാനും, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഡയബറ്റിക് വരാതെ നോക്കാനും, പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് ഇൻ ഫ്യൂച്ചർ ഡയബറ്റിക് വരാതെ നോക്കാനും ഹെൽപ്പ് ചെയ്യുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ആ ഒരു ശ്രേണിയിലുണ്ട്. ഓക്കെ, ജോയിന്റ് ആൻഡ് ബോൺ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസ്ഥികളുടെയും ജോയിന്റുകളുടെയും ആരോഗ്യം, അസ്ഥികളുടെയും ജോയിന്റുകളുടെയും ആരോഗ്യം ബാലൻസ് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ. ഇന്നിപ്പോ മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന ഇല്ലാത്ത മനുഷ്യരില്ല അല്ലെ. ഒരു പ്രായം കഴിഞ്ഞാൽ
കട്ടായിപ്പോ സാറേ, സ്ലൈഡ് കാണുന്നുണ്ടോ? ഇപ്പോ സ്ലൈഡ് ആയിട്ടുണ്ട്. ഓക്കെ. സാറേ സ്ലൈഡ് ഫുള്ളാണോ? ഓക്കെയാണ്, ഫുള്ളാണ്. സോറി, ഇവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോറി എവരി വൺ. ഡീറ്റോക്സ് ആൻഡ് റിജുനേഷൻ കാറ്റഗറി. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പലതരം ടോക്സിൻസ് പോകും. കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഇവയിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നിരവധി ടോക്സിൻസ് പോകും. ആ ടോക്സിൻസിനെ റിമൂവ് ചെയ്താൽ തന്നെ നമ്മുടെ ഒരു 95% പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡീറ്റോക്സ് ആൻഡ് റിജുനേഷൻ കാറ്റഗറിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. വുമൺസ് ഹെൽത്ത്, സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നിരവധി പ്രൊഡക്റ്റുകൾ. ഹോർമോൺ ഇംബാലൻസ്, ഇപ്പൊ ജെൻസിനെ പുരുഷന്മാരെ ആശ്രയിച്ച് അവരെക്കാൾ കൂടുതൽ ഹോർമോൺ ലെവലുകൾ ഉള്ളത് ലേഡീസിനാണ് അല്ലെ. അവരുടെ ഹോർമോൺ ലെവലുകളെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഒരു കാറ്റഗറി. ഐസാൻഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പ്യുവർ ആയുർവേദിക് ആയിട്ടുള്ള കുറേയധികം ഉൽപ്പന്നങ്ങൾ. ഇന്ത്യൻ പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദിക് ഉൽപ്പന്നങ്ങളെ ഗ്ലോബലൈസ് ചെയ്യുക, ലോകരാജ്യങ്ങളിൽ എങ്ങും അറിയിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി ഐസാൻഡ് എന്നുള്ള കമ്പനിയായിട്ട് ചേർന്ന് വെസ്റ്റീജ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഐസാൻഡ് എന്ന് പറഞ്ഞ കാറ്റഗറി പ്രൊഡക്റ്റ്. കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ലിവറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസനാള സംബന്ധമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ, അങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഈ ഒരു കാറ്റഗറിയിലുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഹെൽത്ത് ഫുഡ് കാറ്റഗറി. ആരോഗ്യപരമായിട്ടുള്ള കുക്കിംഗ് ഓയിൽ, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ, അതുപോലെ ചായപ്പൊടി, കാപ്പിപ്പൊടി, ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ നിരവധി കാറ്റഗറി പ്രൊഡക്റ്റുകൾ ആ ഒരു ശ്രേണിയിലുണ്ട്. ഷാർപ്പ് ഇലക്ട്രോണിക്സുമായിട്ട് ടൈപ്പിൽ വെസ്റ്റീജ് കമ്പനി വാട്ടർ പ്യൂരിഫയർ, അതുപോലെ തന്നെ നിരവധി ആ ഷാർപ്പ് കമ്പനിയുടെ ടൈപ്പിൽ വാട്ടർ പ്യൂരിഫയർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ശുദ്ധജലം കുടിക്കുക, അതായത് ഈ പോഷകസമൃദ്ധമായ ആഹാരം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശുദ്ധജലം അല്ലേ. മാലിന്യങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ ടോക്സിൻസ് അടങ്ങിയ വെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം കുടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 കാറ്റഗറി പ്രൊഡക്റ്റ് നമുക്കതിലുണ്ട്. ഓറൽ കെയർ, ദന്ത സംരക്ഷണത്തിന് വേണ്ടി, ഓറൽ കെയർ റേഞ്ചിൽ നമുക്ക് ബ്രഷ് വരുന്നുണ്ട്, ടൂത്ത് പേസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മൗത്ത് വാഷ് വരുന്നുണ്ട്. നിരവധി ഉൽപ്പന്നങ്ങൾ ആ ഒരു കാറ്റഗറിയിലുണ്ട്. പേഴ്സണൽ കെയർ റേഞ്ച് നോക്കിയാലോ, നിരവധി ഉൽപ്പന്നങ്ങൾ ആ ഒരു കാറ്റഗറി വരുന്നുണ്ട്. നമുക്ക് പെർഫ്യൂമ്, ഷാംപൂ, അതുപോലെ ഫേസ് വാഷ്, അങ്ങനെ ഉള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. ദൈനംദിനം നമ്മൾ ടച്ച് ചെയ്തു പോകുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ആ ഒരു ശ്രേണിയിൽ നമുക്കുണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതിൽ തന്നെ നാച്ചുറൽ പേഴ്സണൽ കെയർ എന്നൊരു സെക്ടർ തന്നെയുണ്ട്. യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള കുറേയധികം പ്രൊഡക്റ്റുകളുടെ ഒരു ശ്രേണി. വുമൻസ് ഹൈജീനിക്ക് നോക്കുവാണെങ്കിൽ അവർക്ക് ഇന്റിമേറ്റ് വാഷ്, അതുപോലെ സാനിറ്ററി പാഡ്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈ വെസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് നമ്മുടെ ഹോം കെയർ പ്രൊഡക്റ്റുകൾ, തുണി അലക്കാൻ, തറ തുടയ്ക്കാൻ, പാത്രം കഴുകാൻ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ, അങ്ങനെ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറി പ്രൊഡക്റ്റുകൾ. ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമാതിരി പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാർക്കറ്റ് ഒരുപക്ഷെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പല പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് ചലഞ്ച് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും. കമ്പയർ ചെയ്ത് നോക്കുമ്പം അതിനേക്കാളൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള, കണ്ണ് തുറപ്പിക്കുന്ന ടൈപ്പുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് വരുന്നത് ഹൈ വെസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. കൂടാതെ മോഡേൺ ബയോടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ ഫോർ ദ മോഡേൺ ഫാർമേഴ്സ്. അതായത് പണ്ടുണ്ടായിരുന്ന കൃഷിരീതി മാറി, കാലഘട്ടം മാറി, കാലഘട്ടങ്ങൾക്കനുസരിച്ച് കൃഷിരീതി മാറി അല്ലേ. എല്ലാ തരത്തിലും നമുക്ക് കാലഘട്ടങ്ങൾക്കനുസരിച്ച് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അവിടെ കൃഷിയിലും വലിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, നാനോ ടെക്നോളജി, ഫോളിയർ ടെക്നോളജി, ചിലേറ്റർ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ വളരെയധികം കുറഞ്ഞ അളവിൽ തന്നെ സ്പ്രേ ആയിട്ട് കൊടുത്തുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ അത്തരത്തിലുണ്ട്. കാരണം പോഷകസമൃദ്ധമായ വിഷരഹിതമായുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കൃഷി രീതിയിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ
കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാസ്ക് വരുന്നുണ്ട്. ട്രൂമാൻ എന്നുള്ള കാറ്റഗറിയിൽ ജെൻസിന് വേണ്ടിയുള്ള പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. മിസ്റ്റർ ഓഫ് മിലാൻ, ഇതൊരു ഇറ്റാലിയൻ കമ്പനിയായിട്ട് ടൈപ്പിൽ വെസ്റ്റീജ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് കളർ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ. ബെലീനോ, ഇതും കളർ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളാണ്. ബെലീനോ എന്നുള്ള ഒരു പ്രീമിയം ബ്രാൻഡ് തന്നെ നമുക്ക് വരുന്നുണ്ട്. സ്കിൻ ഫോർമുല 9, സ്കിന്നിന് വേണ്ട പ്രീമിയം ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ്. സ്കിൻ പ്രോബ്ലംസ് എന്തുമായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് സ്കിൻ ഫോർമുല 9-ലുണ്ട്. മാച്ച് ഡാവ് നാനോ എനർജൈസർ, നമ്മുടെ വാഹനങ്ങൾക്ക് ഏതൊരു പഴയ വാഹനത്തിന് BS6 ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന നാനോ എനർജൈസർ എന്ന് പറയുന്നൊരു ഓയിലാണ്. ഇത് നമ്മൾ ഓയിലിന്റെ കൂടുതൽ, എഞ്ചിൻ ഓയിലിന്റെ കൂടുതൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു പഴയ വാഹനത്തെയും BS6 ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും. എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം വേണം. അപ്പൊ ഇത്തരം പ്രൊഡക്റ്റുകൾക്കെല്ലാം തന്നെ കമ്പനിക്ക് എല്ലാത്തരം സർട്ടിഫിക്കേഷൻസും ഉണ്ട്. ഡിസംബർ ആയപ്പോൾ തന്നെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, പ്രത്യേകിച്ച് ഇടുക്കി നല്ല തണുപ്പാണ്. ഇപ്പം തണുപ്പടിച്ചിട്ട് യാത്ര ചെയ്ത്, അതുകൊണ്ടാണ് കേട്ടോ ചുമയുണ്ട്, നല്ലതായിട്ട് തണുപ്പടിച്ച് യാത്ര ചെയ്തു. ഓക്കെ, മാർക്കറ്റിംഗ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം നമ്മുടെ ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ് മാർക്കറ്റിംഗ് പ്ലാൻ. ഇതില് ട്രഡീഷണൽ മാർക്കറ്റിംഗ് പ്ലാൻ ഒന്ന് നോക്കി കഴിഞ്ഞാൽ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി. ഒരു മാനുഫാക്ചർ കമ്പനി ഉണ്ട്, ആ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നു, അത് CNF ഏജന്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, അതുപോലെ തന്നെ റീറ്റെയിലർ വഴി ഒരു കൺസ്യൂമർ ആയിട്ടുള്ള നമ്മുടെ കൈകളിൽ എത്തും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 100 രൂപ മുടക്കിയാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത കമ്പനിക്ക് വെറും 40% അതിൽ കിട്ടുന്നത്. ബാക്കി 60% പൈസ ഇടനിലക്കാരും, ഞാൻ മുമ്പ് പറഞ്ഞ കാറ്റഗറി കൂടാതെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു മേഖല ഇതിലുണ്ട്, സെലിബ്രിറ്റീസ് ഉൾപ്പെടുന്നത് അല്ലേ, ആ അഡ്വർടൈസ്മെന്റിന് ചേർന്ന് 60% പൈസ അവർ ഈടാക്കുന്നു. ഇതാണ് പരമ്പരാഗതമായിട്ടുള്ള വിപണന രീതി. ഇവിടെ വെസ്റ്റീജിന്റെ ഒരു പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പറയുന്നത് ഡയറക്റ്റ് സെയിൽ എന്നാണ് പറയുന്നത്. കമ്പനിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് കൊടുക്കുന്ന ഒരു വിപണന രീതി. ഇവിടെ ഇടനിലക്കാരും പരസ്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ 60% പൈസ തിരിച്ചു കൺസ്യൂമറായ നമ്മൾക്ക് തന്നെ തന്നുകൊണ്ട് നമ്മളെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത. കമ്പനിക്ക് 40% പ്രോഫിറ്റ് വരുന്നത്. ഇതിനായിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത്, അതായത് ആ പറഞ്ഞ 60% പൈസ ഇടനിലക്കാരെ കൊണ്ടുപോകുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ആകെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾ നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലേ. നിലവിൽ എവിടെ നിന്നാണോ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് ആ ഷോപ്പ് വിട്ട് വെസ്റ്റീജ് കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ നിന്നും നിങ്ങളൊരു രജിസ്ട്രേഡ് കസ്റ്റമർ ആയിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും പ്രോഫിറ്റുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതിലുപരി വേറെ കുറേ അധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അതെന്താ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. രജിസ്ട്രേഡ് കസ്റ്റമറായി ഈ പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ വരുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രമല്ലാതെ 9 ടൈപ്പ് വരുമാനങ്ങൾ നമ്മൾക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കും. പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഏകദേശം 10 മുതൽ 30% നമുക്ക് അവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അവിടെ പെർഫോമൻസ് ബോണസ് ആയിട്ട് 5 മുതൽ 16%, ഡയറക്ടർ ബോണസ് എന്നുള്ള ഒരു ഗണത്തിൽ നമുക്ക് 15%, ടീം ബിൽഡിംഗ് ബോണസ് ആയിട്ട് 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് ആയിട്ട് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ് ഫണ്ട് 2%. അങ്ങനെ 9 രീതിയിൽ നമ്മൾക്ക് കിട്ടുന്ന 60% പൈസ 9 രീതിയിലായിട്ട് നമ്മളിലേക്ക് ഇതിനെ തിരിച്ചു തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഡയറക്ട് സെയിൽ എന്നുള്ളൊരു മേഖലയിൽ ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഒരു കസ്റ്റമറായിട്ട് എനിക്ക് ഇനി ബിസിനസ് വേണ്ട, ഒന്നും വേണ്ട, ഒരു കസ്റ്റമറായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോലും കസ്റ്റമർ ബെനിഫിറ്റ് നോക്കുവാണെങ്കിൽ 10 മുതൽ 30% നമുക്ക് അവിടെ ഡിസ്കൗണ്ട്. പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അവിടെ 10% ഫ്രീ പ്രൊഡക്റ്റ്. ഇന്നിപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ പോലും നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കടലമുട്ടായി പോലും ചിലപ്പോൾ ചുമ്മാ കിട്ടും അല്ലേ. ഇവിടെ 10% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ക്യാഷ് ബാക്ക് 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക്. മണി ബാക്ക് ഗ്യാരണ്ടി, ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം, നമുക്ക് പൈസ റിട്ടേൺ കിട്ടും. 1 രൂപ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല അവിടെ. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫർ എന്നുള്ളൊരു ഓഫർ ഉണ്ട്. ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരാം. ഏകദേശമാണ് ഇതൊരു കണക്ക് ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതലാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഏകദേശം ഇവിടെ 100 PV എന്ന് പറയുന്നത് അല്ലെ, നമ്പർ 1 100 PV എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 രൂപ. അതായത്
കമ്പനിയുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇന്ത്യ ഉൾപ്പെടെ 9 രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ കമ്പനി പല രാജ്യത്തെയും കറൻസി ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പോയിന്റ് വാല്യൂ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മളുടെ പർച്ചേസ് പാറ്റേണിനെ അനലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു പി വി എന്ന് പറഞ്ഞാൽ ഏകദേശം 30 അല്ലെങ്കിൽ 35 രൂപയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 100 പി വി എന്ന് പറഞ്ഞാൽ 3000 അല്ലെങ്കിൽ 3500. ഈ 3000 അല്ലെങ്കിൽ 3500 രൂപയുടെ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട്, റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ 30% നമുക്കവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. റീപർച്ചേസിംഗ് ഓഫർ ആയിട്ട് ഏകദേശം 350 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റുകൾ നമുക്കവിടെ കിട്ടുന്നുണ്ടാവും. പെർഫോമൻസ് ബോണസ് ആയിട്ട് 5 മുതൽ 16% വരെ പൈസ നമുക്കവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നു. പൈസ നമുക്കവിടെ ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നുണ്ടാവും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം 100 പി വിയുടെ ഉൽപ്പന്നം വാങ്ങി, അപ്പോൾ നമുക്ക് ഇത്രയും ഓഫറുകൾ, ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലത്തേക്കൊക്കെ വേണ്ട ഉൽപ്പന്നങ്ങളാണല്ലേ. ഇത് തുടർച്ചയായിട്ട് 4 മാസം വാങ്ങിക്കഴിഞ്ഞാൽ 4 മാസം കൊണ്ട് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് ഏകദേശം 4000 രൂപയോളം നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. റീപർച്ചേസിംഗ് ഓഫർ ആയിട്ട് 1400 രൂപയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. മാത്രമല്ല പെർഫോമൻസ് ബോണസ് ആയിട്ട് ഏകദേശം 800 രൂപയോളം നമുക്ക് കിട്ടുന്നുണ്ടാവും. ടോട്ടൽ 4 മാസം നമ്മൾ വെസ്റ്റീജ് കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ 4 മാസം തുടർച്ചയായിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കമ്പനി നമുക്ക് 5ാമത്തെ മാസം ഏകദേശം 2500 രൂപ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, അതായത് DP റേറ്റിൽ വരുന്ന ഒരു വൗച്ചർ നമുക്ക് തരുന്നുണ്ടാവും. ആ വൗച്ചറുമായിട്ട് നിങ്ങൾ കമ്പനി ഔട്ട്ലെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 3000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടാവും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 4 മാസത്തെ പർച്ചേസ് പാറ്റേൺ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ മാസം നമ്മുടെ പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 9200 രൂപയാണ് നമുക്ക് അവിടെ പല രീതിയിലായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളോടും ചോദിച്ചാൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എന്തായാലും 4 മാസം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ മാസം നമുക്ക് ഒരു 4000 രൂപ അടുത്ത് വില വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. നമ്മൾ ഇത്തരത്തിൽ വാങ്ങിച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ, ഫ്രണ്ട്സ്, ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. സെയിലല്ല, നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണറായിട്ട് മാറുവാണ് അവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോടൊന്ന് റെക്കമെൻഡ് ചെയ്യുക, റെഫർ ചെയ്യുക മാത്രമാണ് അവിടെ വേണ്ടത്. പ്രൊഡക്റ്റുകളായിട്ട് കൊണ്ടുവന്ന് ചേട്ടാ സോപ്പ് വേണം, വേസ്റ്റ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ജസ്റ്റ് ഷെയർ. നമ്മൾ എന്താണോ അതുകൊണ്ട് ഫീൽ ചെയ്ത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വിന്നിംഗ് ടീമിൽ അസോസിയേറ്റ് ഉള്ള ആ ഒരു വ്യക്തി ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ബ്യൂട്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് ബോണസ് 5 മുതൽ 16%. ഇതെങ്ങനെ നേടിയെടുക്കാൻ നോക്കാം. രജിസ്റ്റേർഡ് കസ്റ്റമർ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ജസ്റ്റ് ഒരു പി വിയുടെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ, അതായത് 30 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ പോലും 5% നമുക്ക് അവിടെ ക്യാഷ് ബാക്ക് വരുന്നുണ്ടാവും. ഏകദേശം 600 പി വി അല്ലെങ്കിൽ 18,000 രൂപ ടേൺ ഓവറിലേക്ക് എത്തുന്ന സമയത്ത് 8%, 2400 പി വിയുടെ ടേൺ ഓവറിലേക്ക് എത്തുന്ന സമയത്ത് 12%, 5500 പോയിന്റിന്റെ ടേൺ ഓവറിലേക്ക് എത്തുന്ന സമയത്ത് 1,60,000 രൂപ ടേൺ ഓവറിലേക്ക് എത്തുന്ന സമയത്ത് 16%. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. 18,000 രൂപ, എന്റെ മോനെ, എന്റെ വീട്ടിലേക്ക് 18,000 രൂപയുടെ പ്രൊഡക്റ്റ് വേണ്ട. സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ബാക്കി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളോട് ചേർന്ന് 18,000 രൂപയുടെ ടേൺ ഓവർ ഒരു മാസത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 8% എത്തും. മനസ്സിലായോ? അതുപോലെ തന്നെ 72,000 രൂപയുടെ ടേൺ ഓവർ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ടീമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 5,500 പോയിന്റ് ചെയ്യാനുള്ള വളരെ ഈസിയാണ്. നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ പറ്റി ഒന്ന് ഷെയർ ചെയ്യുക. അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വിന്നിംഗ് ടീമിന്റെ പവർഫുൾ ആയിട്ടുള്ള നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആ വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഇവിടെ കമ്പനി ബിസിനസ് മൈൻഡിൽ ഒരു എക്സ്ട്രാ വരുമാനം വേണം എന്ന് ആഗ്രഹിച്ച് വരുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒരു ഓഫർ, 2 ഓഫറുകൾ തരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മാസത്തിൽ 282 രൂപ പോട്ടെ, അതൊരു 300 പി വി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 300 പി വിയുടെ ടേൺ ഓവർ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ കൂടി ചേർന്ന് ചെയ്തു കഴിഞ്ഞാൽ കമ്പനി ഫാസ്റ്റ് സ്റ്റാർട്ട് 8%ലേക്ക് മാറും, നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്കൊരു ഇൻസെന്റീവ് ചെക്ക് വരുന്നുണ്ടാവും, കുറച്ച് ഫ്രീ പ്രൊഡക്റ്റും കമ്പനി തരുന്നുണ്ടാവും. 4,500 പോയിന്റ് അല്ലെങ്കിൽ 1,45,000 രൂപയുടെ ടേൺ ഓവർ നിങ്ങൾ സിംഗിൾ മന്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് സ്റ്റാർട്ട് 16% അല്ലെങ്കിൽ ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് നിങ്ങളെ കമ്പനി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ഏകദേശം 10,000-ന് മുകളിലേക്കുള്ള ഒരു വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് മന്ത് 10 to 12-നുള്ളിൽ കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടാവും. ഇനി ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിന്നിംഗ് ടീം എന്നുള്ള ഈ ഒരു പവർഫുൾ ഓർഗനൈസേഷൻ ഉണ്ട്. വെസ്റ്റേജ് എന്നുള്ള കമ്പനി പ്രോഡക്റ്റുകളും അതിനുള്ള
ട്രെയിനിങ്ങുകളും കമ്പനി ഡയറക്റ്റ് തരുന്നുണ്ട്. സ്പോൺസർ, ആരാണോ നിങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് സ്പോൺസർ ചെയ്തത്, അദ്ദേഹം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി, മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല, ഈ 3 പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. രജിസ്റ്റേർഡ് കസ്റ്റമറായ ഒരാൾ വന്ന് നമ്മളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മളെ കൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്ക് ഈ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ചേർന്ന് ടോട്ടൽ 5500 പോയിന്റിന്റെ ടേൺ ഓവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്കൊരു നാഷണൽ ലെവൽ റെക്കഗ്നേഷൻ തരുന്നുണ്ടാവും, ബ്രോൺസ് ഡയറക്ടർ. ഈ ഒരു പൊസിഷൻ 10,000 മുതൽ 15,000 വരെ പ്രതിമാസ വരുമാനം ഏൺ ചെയ്യാവുന്ന ഒരു ലെവലാണ് ബ്രോൺസ് ഡയറക്ടർ. നമ്മളൊരു ബ്രോൺസ് ഡയറക്ടറായി നമ്മൾക്ക് ഒരു വരുമാനം കിട്ടി. നമുക്ക് ഏകദേശം ഈ കമ്പനി പറയുന്ന 4 ടൈപ്പ് വരുമാനം നമുക്ക് അവിടെ അൺലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ബ്രോൺസ് ഡയറക്ടർ ആകുന്ന സമയത്ത് നമ്മളുടെ കൂടെ വരുന്ന സുഹൃത്തുക്കൾക്ക് ഇത് പറയും, നമ്മളത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആയ പോലെ നമ്മുടെ കൂടെ വരുന്ന ഒരു വ്യക്തിയെ ബ്രോൺസ് ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ കമ്പനി നമ്മളെ സിൽവർ ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്ക് റെക്കഗ്നൈസ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് ലീഡർഷിപ്പ് ഓൺ റൈഡിംഗ് ബോണസ് എന്നുള്ള 18%, ഈ ബിസിനസ്സിൽ ഏറ്റവും ടോപ്പ് ആൻഡ് ആയിട്ടുള്ള ഇൻകം ആണ് 18%. ആ ഒരു വരുമാനം വന്നു തുടങ്ങും. മാത്രമല്ല ട്രാവൽ ഫണ്ട് നമുക്ക് അവിടെ കിട്ടിത്തുടങ്ങും. ലോക രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു ട്രാവൽ ഫണ്ട് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ പോലും ഈ രാജ്യങ്ങളെ പോയിട്ടുള്ള നിരവധി ആളുകൾ, ലീഡേഴ്സ് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. 2 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ, അല്ലെങ്കിൽ 2 സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചാൽ, ഗോൾഡ് ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് കമ്പനി നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ 3 കുടുംബങ്ങളിലേക്ക് കമ്പനി വരുമാനം എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ സ്റ്റാർ ഡയറക്ടർ എന്നുള്ള ഒരു പദവി കിട്ടുന്നുണ്ടാവും. കമ്പനിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫണ്ട്, കാർ ഫണ്ട്, അവിടെ നമുക്ക് കിട്ടും. ഒരു കാറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഫിനാൻസ് ഇടാം, ആധാരം പണയം വെക്കാം, ലോൺ എടുക്കാം, പല രീതിയിൽ ചെയ്യാം അല്ലെ. 3 കൂട്ടുകാർക്ക് വരുമാനം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാർ ഫണ്ട് കിട്ടിയാൽ ഏറ്റവും സന്തോഷമല്ലേ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ അവസരം. ഒരു മാസം 80,000 രൂപ വരെ കാർ ഫണ്ട് ഏൺ ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ്. 3 കൂട്ടുകാർക്ക് ഒരു സ്ഥിര വരുമാനം മേടിച്ചു കൊടുക്കാൻ നോക്കും. ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്പോൺസർ വെസ്റ്റീജ് കമ്പനി, വിന്നിംഗ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലക്ഷറി കാർ മേടിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഈ ഒരു കാറ്റഗറിയിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ, ഒരു അദ്ദേഹം ഉണ്ണികൃഷ്ണൻ സാർ, അദ്ദേഹം ഒരു കാറ് എടുക്കുകയുണ്ടായി. ഈ പ്രൊജക്റ്റിൽ നിന്നാണ്. നമ്മളെപ്പോലെ ഒരു സാധാരണ ആളായിട്ട് കയറി വന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടർ, ഇവിടെ 4 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്ക് കമ്പനി അപ്ലിഫ്റ്റ് ചെയ്യും. ഏകദേശം 80,000 to 1,00,000 വരെ പ്രതിമാസ വരുമാനം വാങ്ങിക്കാവുന്ന ഒരു പൊസിഷൻ, പ്ലസ് കാർ ഫണ്ട്, ട്രാവൽ ഫണ്ട്. ഈ ഒരു ലെവൽ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന യൂറോപ്യൻ ട്രിപ്പുകളും കൂടെ പോകാനുള്ള എലിജിബിലിറ്റിയും കൂടെ ആവുകയാണ്. ഓർത്ത് നോക്കി, ഇവിടെ വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, എത്ര കുടുംബങ്ങൾക്ക് അല്ലെ എത്ര സുഹൃത്തുക്കൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുന്നോ അതനുസരിച്ച് നമ്മുടെ വരുമാനം കൊടുക്കും. ഒന്ന് ഓർത്തു നോക്കി, നമ്മൾ തന്നെ സമ്പാദിച്ചാൽ മതിയോ? നമ്മുടെ കൂട്ടുകാരും അല്ലെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ റിലേറ്റീവ്സും അവരും കൂടെ ഒന്ന് സക്സസ്ഫുൾ ആയിട്ട് കയറി വരും. ഓക്കെ, അതുപോലെ 6 കുടുംബങ്ങൾക്ക് വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രൗൺ ഡയറക്ടർ എന്നുള്ളൊരു പൊസിഷൻ, ഈ പൊസിഷനിൽ നമുക്ക് ഹോം, നമ്മുടെ ഡ്രീം ഹോം വെക്കാനുള്ള ഒരു ഹൗസ് ഫണ്ടും കൂടെ അവിടെ അൺലോക്ക് ചെയ്യുവാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. പുതിയതായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് ഇരിക്കുന്നത്, ഹൗസ് ഫണ്ട്. അതുപോലെ ഈ ഹൗസ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1,00,000 രൂപ വരെ പ്രതിമാസം ഹൗസ് ഫണ്ട് ഗണത്തിൽ നമുക്ക് കിട്ടിത്തുള്ളൂ. ഓക്കെ, ഏകദേശം 6 സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്താലുള്ള ഒരു അവസ്ഥയാണ്. 1,00,000 മുതൽ 3,00,000 രൂപ വരെ പ്രതിമാസ വരുമാനം ഏൺ ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെവല് 6 സുഹൃത്തുക്കൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ ഡ്രീം ഹൗസ് വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ 8 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നുള്ള ബ്യൂട്ടിഫുൾ ഒരു ലെവലിലേക്ക് നമ്മളെ കമ്പനി അപ്ഗ്രേഡ് ചെയ്യും. ഈ ലെവലിൽ ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി നമുക്കവിടെ എലൈറ്റ് ക്ലബ് ഫണ്ട് എന്നൊരു എക്സ്ട്രാ വരുമാനം കൂടെ വന്നു 2%. അതുപോലെ തന്നെ അടുത്തൊരു ലെവലാണ് 12 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ 12 സുഹൃത്തുക്കൾക്ക് വരുമാനം എത്തിച്ചു കൊടുത്താൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പൊസിഷൻ. 5 ലക്ഷം മുതൽ മേളിലേക്ക് പ്രതിമാസം വരുമാനം വാങ്ങുന്ന ആളുകളാണ് ഈ ഗണത്തിലുള്ളത്. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇന്നിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. സുധീഷ് സാറ് തൃശ്ശൂർ സ്വദേശി, അതുപോലെ തന്നെ വെങ്കടേഷൻ സാർ, അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ
നമ്മുടെ സുരേഷ് കുമാർ സാറ്, മോണിക്ക മാഡം ഒരു കോതമംഗലം സ്വദേശിയാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഓരോ ലെവലുകളിൽ ടച്ച് ചെയ്ത് നിരവധി കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്തുകൊണ്ട് കയറി വന്നിട്ടുള്ള ആളുകളാണ്. അടുത്ത ഇതിലെ ടോപ്പ് എൻഡ് ലെവലാണ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പൊസിഷൻ. ഈ പൊസിഷനിൽ 10 ലക്ഷം മുതൽ 1,40,00,000 രൂപ വരെ വരുമാനം വാങ്ങുന്ന ആളുകളുണ്ട്. വേറൊന്നുമല്ല, അത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടെന്നേ. ഭരതൻ സാർ തൃശ്ശൂരാണ്. നോയൽ സാർ, അദ്ദേഹം കൊല്ലമാണ്. ജ്യോതിഷ് കുമാർ സാർ തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം സയന്റിസ്റ്റാണ്. ഏത് ലെവലിലുള്ള ഒരാൾക്കും, ഇപ്പൊ നോയൽ സാറിനെ നോക്കാൻ, അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു പൊളിറ്റീഷ്യൻ, ആ ഒരു ബിസിനസ് മേഖലയിൽ നിന്നൊരാളാണ്. അങ്ങനെ ഇപ്പം ഭരതേട്ടൻ, അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നുള്ള ആളാണ്, ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഈ ഒരു ലെവലിലേക്കുണ്ട്. ഇൻ ഫ്യൂച്ചർ ഇപ്പൊ നമ്മൾ കണ്ട ഡബിൾ ക്രൗൺ ഡയറക്ടർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ അവരൊക്കെ ഈ ഒരു പ്രൊജക്റ്റിൽ ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ളതാണ്. അതിനെല്ലാം സപ്പോർട്ട് വിന്നിംഗ് ടീം തരുന്നുണ്ടാവും, വെസ്റ്റീജ് തരുന്നുണ്ടാവും. ഓക്കെ, ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ, വിന്നിംഗ് ടീം എന്നുള്ള ഈ ഓർഗനൈസേഷന്റെ ക്യാപ്റ്റൻ മിസ്റ്റർ SP ബരൽ. അദ്ദേഹത്തിന്റെ ഫാമിലിയാണ്. 68 ലക്ഷം രൂപയോളം പ്രതിമാസം ഈ ഒരു പ്രൊജക്റ്റിലൂടെ വരുമാനം മേടിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി. നിരവധി ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. സ്പീക്കറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, ഓതറാണ്, മെന്ററാണ്. പല വിധത്തിൽ നമ്മളെ പോലെയുള്ള നിരവധി ഫാമിലീസിന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം. അദ്ദേഹമാണ് ഇന്നിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിന്നിംഗ് ടീം എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളൊക്കെ എത്തിച്ചേരാൻ കാരണമായത്. അപ്പൊ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ് നമ്മുടെ തലക്കിലുള്ളത്. ഇതുപോലുള്ള നിരവധി ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ തീരുമാനം എടുക്കേണ്ടത് ആരാന്നറിയോ? ടേക്ക് എ ഗുഡ് ഡിസിഷൻ. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിരവധി ലീഡേഴ്സ്. പിന്നെ എന്തിനു മടിച്ചു നിൽക്കണം? വിന്നിംഗ് ടീമുമായിട്ട് ചേർന്ന് നിൽക്കൂ. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു വെൽത്ത്. താങ്ക് യു. വൗ, ഗ്രേറ്റ്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ എന്തൊക്കെ വേണം? പൈസ, അതുപോലെ ആരോഗ്യം, ടൈം, സെക്യൂരിറ്റി. ഇത് 4ഉം നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ജെയ്സ് പോൾ സാറ് വളരെ വ്യക്തമാക്കി സംസാരിച്ചു, നമുക്ക് മനസ്സിലാക്കി തന്നു. അവസാനം പറഞ്ഞു, ടേക്ക് എ ഗുഡ് ഡിസിഷൻ. നമ്മളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. നമ്മൾ ഓരോരുത്തരും ശക്തമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്ന ജെയ്സ് പോൾ സാറെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം കട്ടപ്പന സ്വദേശിയാണ്. കട്ടപ്പന DLCP റൺ ചെയ്യുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, ഇന്ന് വിന്നിംഗ് ടീം വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു ക്രൗൺ ഡയറക്ടർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ജെയ്സ് പോൾ സാറ്. നമുക്ക് എല്ലാവർക്കും ജെയ്സ് പോൾ സാറിന് താങ്ക്സ് അറിയിക്കാം. ചാറ്റ് ബോക്സിലൂടെ ഒരുപാട് വ്യക്തികൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ജെയ്സ് പോൾ സാർ. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ക്ലോസിംഗ് സെഷന് വേണ്ടി ഇവിടേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. പ്രവാസിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വിന്നിംഗ് ടീമും വെസ്റ്റേജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രവാസികൾക്ക് ഈ ഒരു അവസരം കണക്ട് ചെയ്ത് കൊടുക്കാം എന്നൊരു ശക്തമായ തീരുമാനം എടുത്തതിന്റെ വെളിച്ചത്തിൽ ആദ്യത്തെ ഇന്റർനാഷണൽ ക്രൗൺ ഡയറക്ടറും ഇപ്പോൾ ഇന്റർനാഷണൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറുമായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മനോജ് സാറാണ് ഇനി നമുക്ക് ഇതിന്റെ ക്ലോസിംഗ് സെഷന് വേണ്ടി വരുന്നത്. അദ്ദേഹം നേരത്തെ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ പറഞ്ഞപ്പോൾ ട്രിപ്പുകളെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോവാം എന്ന്. ഇന്ന് നമുക്ക് ഈ കഴിഞ്ഞ നവംബർ മാസം തന്നെ തുടക്കത്തില് ഏകദേശം 14 ദിവസത്തോളം ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോയി സ്കോട്ട്ലാൻഡ്, ലണ്ടനൊക്കെ പോയി വന്നിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഞാൻ എല്ലാവരും പേരിലും ഇതിന്റെ ക്ലോസിംഗ് സെഷന് വേണ്ടി ഞാൻ മനോജ് സാറിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കാണ്. പ്ലീസ് വെൽക്കം മനോജ് സാർ. താങ്ക് യു ആൻഡ് മാഷെ. ക്ലിയർ ആണല്ലോ വീഡിയോ? അതെ, ക്ലിയർ ആണ്. ഓക്കെ, എന്നെ മനോഹരമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു.
എൻ്റെ പേര് മനോജ് പാറയിൽ നിന്നാണ്. ബൈ പ്രൊഫഷൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഇന്ന് വളരെ പാഷനായിട്ട് വെസ്റ്റീജ് ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെസ്റ്റീജ് എന്തിനുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെസ്റ്റീജ് അല്ല ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വെസ്റ്റീജ് എൻ്റെ അടുത്തേക്ക് വന്നത്. ആക്ച്വലി ഒരു അമേരിക്കൻ കമ്പനിയിലായിരുന്നു, മാനുഫാക്ചറിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ഇൻസെക്യൂരിറ്റി പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തു. ആ സമയത്താണ് എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന വേറെന്തെങ്കിലും നമ്മളെ പ്രസൻസ് അല്ലെങ്കിൽ കൂടി വരുമാനം കിട്ടുന്ന എന്തെങ്കിലും നേടണം എന്നുള്ള എന്തെങ്കിലും കണ്ടെത്തണം എന്നുള്ള ഒരു ഡയറക്ഷനിൽ പോകുന്ന സമയത്താണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, തലശ്ശേരിക്കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോട് ഈ അവസരം ഷെയർ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാനിത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് കേട്ട ഈ ഒരു പ്ലാനൊക്കെ കേട്ട സമയത്ത് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രി എന്താണെന്നും ഈ ഒരു വെസ്റ്റീജ് എന്താണെന്നും അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിന്നിംഗ് ടീം എന്താണെന്നൊക്കെ പഠിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇന്ന് ലോകത്ത് മില്യനേഴ്സിനെയും ട്രില്യനേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതെ, അപ്പം ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വെസ്റ്റീജും വിന്നിംഗ് ടീമും കൂടെ ഉള്ളത് കൊണ്ട് അത് ഈസി ആണെന്ന് അവരുടെ പല മീറ്റിംഗ്സുകൾ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി. അവിടെയൊക്കെ എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യമല്ലോ, ഈ ബിസിനസ്സിൽ സക്സസ് ആക്കുന്ന ഒരൊറ്റ കാര്യമല്ലോ, സിസ്റ്റം ഫോളോ ചെയ്യുക, അതേപോലെ അപ്ലൈനെ മുറുകെ പിടിക്കുക, അതേപോലെ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഇതിൽ സക്സസ് ആകുന്നു മനസ്സിലായതിനു ശേഷം ഞാൻ എല്ലാം അതേപോലെ ഫോളോ ചെയ്തു. ഒരു പാർട്ട് ടൈം ആയിട്ടായിരുന്നു ഈ ബിസിനസ് ഞാൻ ബിൽഡപ്പ് ചെയ്തത്. ഒരു രാവിലെ 7 മണിക്ക് ജോലിക്ക് കയറി 4 മണിക്കുള്ള ഡ്യൂട്ടിയും കഴിഞ്ഞ് അതിനുശേഷം ഒരു 8 മണിക്ക് ശേഷമാണ് ഞാൻ ശരിക്കും ഈ ഒരു പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. അപ്പം ആ ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത്, അതായത് എല്ലാ ദിവസവും തുടർച്ചയായി ചെയ്ത സമയത്ത് ഏകദേശം ഒരു 2-3 വർഷം കൊണ്ട് എനിക്ക് 1 lakh പ്ലസ് ഇൻകം ഇതിൽ എത്താൻ പറ്റും. അപ്പം ഒരു 1 lakh പ്ലസ് ഇൻകം എത്തുക എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഇൻകം സ്റ്റാർട്ട് ചെയ്ത പോലെ. അത് അവിടെയാണ് നമ്മളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടി ബിസിനസ് ഗ്രോ ചെയ്യുന്ന ലെവലിലേക്ക് വരിക. അപ്പൊ ഞാനിപ്പോ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഇത് വെസ്റ്റീജ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന് നാളെ വരുമാനം ഉണ്ടാക്കുന്ന സംഭവമല്ല. ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ സിസ്റ്റം മനസ്സിലാക്കി അപ്ലൈനെ മുറുകെ പിടിച്ച് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ ഏവർക്കും ഒരു 2-3 കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ പാസീവ് ഇൻകത്തിൽ എത്താൻ പറ്റും. അത് ചെയ്യാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഐഡിയാസിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോ ഒരു 2 വർഷം കൊണ്ട് ഞാൻ 2-3 വർഷം കൊണ്ട് സക്സസ് ആയി എന്ന് പറഞ്ഞു. സക്സസ് എന്തായി എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് തുടക്കത്തിൽ ജെയ്സ്പോൾ മനോഹരമായിട്ട് പറഞ്ഞിരുന്ന കുറെ എന്തൊക്കെ കിട്ടുന്നുള്ള കാര്യം അല്ലെ, ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുമെന്ന് പറഞ്ഞു. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ടൈം ഫ്രീഡം കിട്ടുമെന്ന് പറഞ്ഞു. ടൈം ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് ജോലി ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പണ്ട് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലത്തെണീറ്റ് കൃത്യസമയത്ത് അവിടെ പോയി നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ എന്താണോ അനുശാസിക്കുന്ന ആ രീതി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ വിചാരിക്കുന്നു നാളെ ജോലി ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ ഇഷ്ടമാണ്. ഇതിൽ കൂടി കിട്ടിയ കാര്യമാണ്. പിന്നെ ഗുഡ് ഹെൽത്ത്. വെസ്റ്റീജിലെ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഞാനും എൻ്റെ കുടുംബവും ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഒരിക്കലും ഒരു ജലദോഷം, പനി ഇതൊക്കെ വരും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ സപ്ലിമെന്റ് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിന്റെ അപ്പുറത്ത് ഒരു ജലദോഷവും പനി പോലും മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എൻ്റെ മക്കളൊന്നും ഹോസ്പിറ്റലിൽ കണ്ടിട്ട് പോലും ഇല്ല. അവർക്ക് തന്നെ അറിയാം ഏതൊക്കെ സപ്ലിമെന്റ് കഴിക്കണമെന്നും ഏതൊക്കെ സപ്ലിമെന്റ് അഥവാ എന്തെങ്കിലും ജലദോഷ പനി വന്നിട്ടുണ്ട് അതിന് എന്തൊക്കെ സപ്ലിമെന്റ് അവർക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ അവരും കൃത്യമായി കേൾക്കുന്നുണ്ട്. പിന്നെ ഒന്നുള്ളത് പറഞ്ഞതാണ് ഏർലി റിട്ടയർമെന്റ്. ഏർലി റിട്ടയർമെന്റ് ഞാൻ ആക്ച്വലി ഒരു 46-ാമത്തെ വയസ്സിൽ ജോലി റിസൈൻ ചെയ്തിട്ട് വെസ്റ്റീജ് വളരെ പാഷനായിട്ട് ചെയ്ത. എന്തുകൊണ്ടാണ്? വെസ്റ്റീജിൽ സക്സസ് ആയതിനു ശേഷമാണ് ഞാൻ റിസൈൻ ചെയ്തിട്ട് ചെയ്തത്. ഇതും ഇവിടെ പോസിബിളാണ്. ഞാൻ ആ 46 വയസ്സിലാണ് റിസൈൻ ചെയ്തതെങ്കിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 20 വയസ്സോ 25 വയസ്സോ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 30 വയസ്സിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ റിട്ടയർമെന്റ് ചെയ്യാം. വളരെ സീരിയസ് ആയിട്ട് ഒരു 2-3 കൊല്ലം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആ പാസിയും കിട്ടും. നിങ്ങൾക്ക് തീരുമാനിക്കാൻ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യണോ അതോ വെസ്റ്റീജ് ഫുൾ ടൈം ആയിട്ട് ചെയ്യണോ എന്നുള്ളത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം 2 ആളോട് സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പല സ്റ്റേജിലും
വിന്നിംഗ് ടീമിന്റെ 50,000 10,000 ഒക്കെ ഉള്ള ഫംഗ്ഷൻസുകൾ വളരെ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും എനിക്ക് ആദ്യം രണ്ടാളോട് സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ട്രാവൽ അറൌണ്ട് വേൾഡ് പറഞ്ഞു, പക്ഷേ ഓൾറെഡി ആൻഡോ സാർ തന്നെ പറഞ്ഞു, എന്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു യൂറോപ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. വെസ്റ്റീജിൽ കൂടി ഏഷ്യൻ ട്രിപ്പുകൾ കുറെ പോയിട്ടുണ്ട്, തായ്ലൻഡ് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ വിയറ്റ്നാം പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഏഷ്യൻ കൺട്രിയിലൊക്കെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പക്ഷെ ഒരു യൂറോപ്യൻ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്വപ്നം തന്നെയായിരുന്നു. ജോലി ചെയ്തുകൊണ്ട് നമ്മൾക്കൊരു യൂറോപ്യൻ കൺട്രിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും നമ്മളെ തന്നെ അത് പലപ്പോഴും അത് മുന്നോട്ട് പോകുമ്പോൾ അയ്യോ പണത്തിന്റെ ചെലവും അതൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ ആകട്ടെ എന്നുള്ള ലെവലിലേക്ക് ഉണ്ട്. പക്ഷെ വെസ്റ്റീജ് സീരിയസ് ആയിട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരു ഡയമണ്ട് ആൻഡ് എബോ ആയി കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊരു യൂറോപ്യൻ ട്രിപ്പ് ഉണ്ട്. അപ്പൊ ഈ മാസം തന്നെ കഴിഞ്ഞ രണ്ടാം തീയതി മുതൽ 15-ാം തീയതി വരെ നമ്മൾ ലണ്ടനിലും അതേപോലെ തന്നെ സ്കോട്ട്ലൻഡിലൊക്കെ ആയിരുന്നു. കംപ്ലീറ്റ്ലി വെസ്റ്റീജിന്റെ ചെലവില് നമുക്കൊരു ചെന്നൈ വരെ പോകേണ്ട പണം മാത്രമേ നമുക്ക് ആവശ്യം പണ്ടിരുന്നത്. ബാക്കിയെല്ലാം വെസ്റ്റീജ് ടേക്ക് കെയർ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. വളരെ മനോഹരമായിട്ട് അത് എൻജോയ് ചെയ്തു. അതൊന്നും ഇവിടെ പറയാൻ എനിക്ക് സമയമില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് നേടാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും. അതേപോലെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള കാര്യം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ന് എത്രയോ കുടുംബങ്ങളിലേക്ക് പ്രോസ്പെരിറ്റി എത്തിക്കാൻ പറ്റുന്നു. ആ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് പല ആൾക്കാരെയും ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞത് കാര്യമാണ് ഡ്രീം കാറും ഡ്രീം ഹൗസ് ഒക്കെ ഇവിടെ കിട്ടുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രീം കാർ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ ഡ്രീം ബൈക്കും എനിക്ക് ഒരു ക്രേസ് ആയിരുന്നു. ഞാൻ ആദ്യമായി വാങ്ങിച്ചത് ആക്ച്വലി ദുബായിലാണ് ഒരു കാർ വാങ്ങിച്ചത്. അതിനുശേഷം നാട്ടിൽ വന്ന സമയത്ത് ഒരു തൃശ്ശൂർ റൗണ്ട് അബൌട്ടിൽ നിൽക്കുന്ന സമയത്ത് ഹോണ്ട ഹൈനസ് എന്ന് പറഞ്ഞ ഒരു ബൈക്ക് കണ്ടു. നേരെ പോയി ഷോറൂമിൽ പോയി വാങ്ങിച്ച വ്യക്തിയാണ്. അത് വെസ്റ്റീജ് എന്റെ കൂടെ ഉള്ളത് കൊണ്ടും ആ ഒരു എല്ലാ മാസവും 10-ാം തീയതി നമുക്ക് കൃത്യമായി വരുമാനം കിട്ടുന്നത് കൊണ്ടും മാത്രമാണ് ആ ഒരു ധൈര്യം കിട്ടിയത്. അതിനുശേഷം ഞാൻ 2024 ഹോണ്ട എലിവേറ്റ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു 21 ലക്ഷം രൂപയുള്ള കാറും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്നു. ഇതൊക്കെ സക്സസ് ആണ്. എങ്കിൽ കൂടി ഇതിനേക്കാൾ ഉപരി എന്നെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 10-ാം തീയതി കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വെസ്റ്റീജ് നമുക്ക് പണം തരുന്നുള്ളതാണ്. അത് എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയെന്ന് പറഞ്ഞാൽ ഈ മാസം 2-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഞാൻ ബിസിനസ്സിലില്ല. ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ ലണ്ടനിൽ ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. വെസ്റ്റീജിന്റെ ആപ്പ് പോലും തുറന്നിട്ടില്ല, ഒരു മീറ്റിംഗിൽ പോലും അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ തിരിച്ചു വന്ന് 17-ാം തീയതി എന്റെ വെസ്റ്റീജിന്റെ ആപ്പ് തുറന്ന സമയത്ത് അവിടെ എന്റെ ബിസിനസിന്റെ ഗ്രോത്ത് 22% അതാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടും ഈ ബിസിനസ് ഗ്രോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് ഒരു 2-3 കൊല്ലം സീരിയസ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് നേടി ഇതിനേക്കാൾ ഉപരി ഒരുപാട് കുടുംബങ്ങളിലേക്ക് പ്രോസ്പെരിറ്റി എത്തിക്കാൻ പറ്റുന്നതിന്റെ സന്തോഷം, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് വളരെ പാഷനായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുവന്നത്. വെസ്റ്റീജിന്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിൽ തന്നെ ഒരുപാട് അവാർഡുകൾ വെസ്റ്റീജിനെ തേടി വരുന്നുണ്ട്. പല അവാർഡുകളും വെസ്റ്റീജിനെ തേടി വരുന്നുണ്ട്. ഇപ്പം റീസെന്റ് വന്നതാണ് ഒരു വിമൻസ് എന്റർപ്രണർഷിപ്പിന്റെ സമ്മിറ്റ് നടന്ന സമയത്ത് ഏകദേശം 142 പേരോളം അവിടെ ആദരിച്ചു. അതിൽ തന്നെ 32 പേര് വെസ്റ്റീജിന്റെ ആൾക്കാരാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അതിലൊരു 2 പേരുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് അവാർഡ് എന്നുള്ളത് 2 വർഷം വരെ ഒരു കമ്പനിക്കും ട്രസ്റ്റഡ് കമ്പനി. നമ്മൾ അതല്ല ഏറ്റവും ആഗ്രഹിക്കുന്നത് അല്ലെ. നമ്മൾ പലപ്പോഴും ഇതുപോലെ നമ്മൾക്ക് ഒരു വിശ്വാസക്കുറവാണ് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷെ വെസ്റ്റീജിനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റീജ് മിഷനോട് കൂടി പോയ സമയത്ത് വെസ്റ്റീജിന്റെ പിന്നെ കൊണ്ടിരിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയ സ്റ്റാർട്ടിങ്ങില് വെസ്റ്റീജിന്റെ വിഷനും മിഷനും ആയിരുന്നു. വെസ്റ്റീജിന്റെ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യമല്ലേ. ഏതൊരു സാധാരണക്കാർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് ഒരു ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയുണ്ടോ, നിങ്ങളുടെ കുലമഹിമയുണ്ടോ, ഒന്നും ചോദിച്ചിട്ടില്ല. തയ്യാറാണെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ വെസ്റ്റീജ്. അതാണ് വെസ്റ്റീജിന്റെ വിഷൻ. മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡിൽ തന്നെ ഒരു നല്ല ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു മുഖമുദ്ര പതിപ്പിക്കുക എന്നുള്ളത്. ഇത് തന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. ഇന്ന് വെസ്റ്റിന്റെ ഫ്യൂച്ചർ ഞാൻ കഴിഞ്ഞ ലണ്ടനിൽ പോയ സമയത്ത് ഗൗതംപാലി പറഞ്ഞത് 2030 എത്തുന്ന സമയത്ത് 10th റാങ്കിങ്ങിൽ 100% നമ്മൾ എത്തിയിരിക്കുന്നു അദ്ദേഹം ആണായിട്ട് പറഞ്ഞു.
അപ്പൊ ഇപ്പം നമ്മൾ 38ാം റാങ്കിങ്ങിലാണെങ്കിലും 10ാം റാങ്കിങ്ങിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതും 5 കൊല്ലം കൂടി 21 കൊല്ലം കൊണ്ട് നമ്മൾ 38ാം റാങ്ക് ചെയ്ത് വെറും 5 കൊല്ലം കൊണ്ട് 10ാം റാങ്കിൽ ഇറ്റ്സ് എ മാസീവ് വിഷനാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ ഓവർ $1 ബില്യൺ ഒരു കമ്പനിയായി മാറാൻ പോകുന്നതാണ്. ഇന്ന് വെറും 3000 കോടി ടേൺ ഓവറിലെ കമ്പനി $1 ബില്യൺ കമ്പനിയായി മാറുക എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വരുമാനം കിട്ടുന്നത് അതൊക്കെ 100 ഇരട്ടിയൊക്കെ വരുമാനം കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 30ഓളം രാജ്യങ്ങളിൽ വെസ്റ്റീജ് എക്സ്പാൻഡ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു. ഗൗതം ഭായിയുടെ മകനായ യുവരാജ് സിംഗ് കൂടി അവിടെ ശരിക്കും എന്താ പറയുക മാനേജ്മെന്റ് ലെവലിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ ആയിരുന്നു, വളരെ മനോഹരമായ സ്പീച്ചായിരുന്നു. ഒരു യൂത്ത് ഐക്കണാണ് നമ്മൾ വെസ്റ്റീജിന്റെ ഒരു ഫൗണ്ടറായിട്ട് നമ്മുടെ കൂടെയാ ഇനി വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗൗതം ഭായി തുടക്കത്തിൽ പറഞ്ഞ പോലെ 5 തലമുറയും 10 തലമുറയും വരെ വെസ്റ്റീജ് ഇവിടെ ഉണ്ടാവുന്നു. ആ സമയത്ത് പോലും ഒക്കെ പറയുന്നുണ്ടാകും, അന്ന് എന്റെ അപ്പൂപ്പൻ അന്ന് വെസ്റ്റീജ് ചെയ്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ ഈ സമൃദ്ധി ഉണ്ടായെന്ന് പണ്ടേ ഗൗതം ഭായി പറയുന്ന അതൊക്കെ നടക്കും എന്നുള്ളത് ആ ഒരു സ്പീച്ചിൽ എനിക്ക് മനസ്സിലായി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് എനിക്ക് ഒന്നേ പറയുന്നത്, വെസ്റ്റീജിനെ സീരിയസ് ആയിട്ട് കാണുക, വെസ്റ്റീജിനെ മുറുകെ പിടിക്കുക, എന്താണോ സിസ്റ്റം പറയുന്നത് അതനുസരിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഏവർക്കും അത് സാധിക്കും. അങ്ങനെ സാധിക്കുമാറാട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു മനോജ് സാർ. എന്തായാലും മനോജ് സാറിന്റെ ഈ ഇത്രയും ഒരു ചെറിയ സെഷനിൽ, ഈ ക്ലോസിംഗ് സെഷനിൽ മനോജ് സാറ് 2-3 പോയിന്റുകളാണ് എടുത്തു പറഞ്ഞത്. ഒന്ന്, മനോജ് സാറ് ജീവിതത്തിൽ കുറെ ഡ്രീമുകൾ ലക്ഷ്യം വെച്ചപ്പോ അത് അനേകം വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ഒരു പ്രോസ്പെരിറ്റി, സമ്പത്ത്, ആരോഗ്യമൊക്കെ എത്തിക്കാൻ സാധിച്ചു. അത്രയും നല്ലൊരു മഹത്തായ ഒരു പ്രൊജക്റ്റാണ് വിന്നിംഗ് ടീം ആൻഡ് വെസ്റ്റീജ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശക്തമായ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിലൂടെ അനേകം വ്യക്തികളിലേക്ക് അത് എത്തിച്ചാൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ എല്ലാ ഡ്രീംസുകളും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മനോജ് സാറിന്റെ ഈ ചെറിയ ഒരു ഇത്രയും നേരത്തെ ക്ലോസിംഗ് സെഷൻ നമുക്ക് എല്ലാവർക്കും നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മളിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിന്നിംഗ് ടീം വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സാധാരണ വ്യക്തിക്കും ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് വിന്നിംഗ് ടീം ആൻഡ് വെസ്റ്റീജ്. നമ്മളെല്ലാവരും ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുമെന്ന് മനോജ് സാർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നു. താങ്ക് യു മനോജ് സാർ. നമുക്ക് നമ്മുടെ ഈ സെഷൻ ഇന്ന് ക്ലോസ് ചെയ്യാണ്. നമുക്ക് ഇന്ന് വളരെ ലളിതമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്ത ജെയ്സ് പോൾ സാറിന് നമുക്ക് എല്ലാവരുടെ പേരിൽ ഞാൻ ഇന്ന് ജെയ്സ് പോൾ സാറിന് നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് സെഷൻ ചെയ്ത ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള UCD യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായിട്ടുള്ള മനോജ് സാറ്, അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു MC ആവാൻ അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ ഈ ഗ്ലോബൽ സിഒയിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. വിഷ് യു വെൽത്ത്.